തമിഴ് ചലച്ചിത്ര നടി മനോരമ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 11:30-നായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി അഭിലാഷ് കടയ്ക്കൽ ചേരുന്നു. അഭിലാഷ്, തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രിയപ്പെട്ട ആച്ചിയാണ് വിടവാങ്ങിയത്. 1000-ലധികം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അഭിനേത്രിയും ഗായികയും എന്ന നിലയിൽ പ്രശസ്തിയായിരുന്നു. എങ്ങനെ വിലയിരുത്തുന്നു മനോരമയെ? ഗിരീഷ്മ, തെന്നിന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലമായ അഭിനയ പ്രതിഭകൾ ഒരാളായിരുന്നു മനോരമ. ഇന്നലെ രാത്രി 11:30-ഓടെയാണ് മനോരമ നമ്മെ വിട്ടുപിരിഞ്ഞത്. ചെന്നൈയിൽ വെച്ചായിരുന്നു അവരുടെ അന്ത്യം. ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. ഇന്ന് സംസ്കാരം ചെന്നൈയിൽ വെച്ച് നടക്കും. മലയാള സിനിമയിൽ തമിഴ് സിനിമയിൽ ഏതാണ്ടൊരു 7 പതിറ്റാണ്ട് കാലം നിറഞ്ഞു നിന്ന ഒരു പ്രതിഭയായിരുന്നു മനോരമ. തമിഴ് സിനിമയിലെ ഒരു മുതിർന്ന നടിയായിരുന്നു. തമിഴിലെ വിവിധ തലമുറകളിലെ ഏറ്റവും പ്രശസ്തരായ നടീനടന്മാരോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് മനോരമ. തമിഴിനെ കൂടാതെ അവർ മലയാളം, കന്നഡ, തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചു. എങ്കിലും ഏറ്റവും കൂടുതൽ തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലാണ് മനോരമയുടെ പ്രതിഭ നമ്മൾ കണ്ടത്. മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകളെ അവർ അഭിനയിച്ചിട്ടുണ്ട്. മനോരമയുടെ സിനിമ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 12-ാം വയസ്സിൽ അവർ അഭിനയ രംഗത്തേക്ക് വന്നതാണ്. അവരുടെ തുടക്കം സിനിമയിലായിരുന്നില്ല, തുടക്കം നാടകത്തിലായിരുന്നു. നമുക്കറിയാം, ദക്ഷിണേന്ത്യയിലെ മിക്കവാറും അഭിനയ പ്രതിഭകളുടെ എല്ലാം തന്നെ തുടക്കം എന്ന് പറയുന്നത് നാടകത്തിലായിരുന്നു. നാടകത്തിൽ കാരണം അക്കാലത്ത് ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ നാടകമായിരുന്നു, സിനിമയേക്കാൾ ഏറെ നാടകമായിരുന്നു ജനപ്രിയ കലാരൂപം. അതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ ഒരു അരങ്ങിൽ നിന്നാണ് അവർ സിനിമയുടെ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുന്നത്. നാടകത്തിലെ ഈ ഒരു അഭിനയ തഴക്കമാണ് പിന്നീട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ മികച്ച ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ, പ്രത്യേകിച്ചും ഭാവാഭിനയത്തിൻ്റെ കാര്യത്തിൽ മികച്ച മുഹൂർത്തങ്ങൾ, മികച്ച കഥാപാത്രങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ മനോരമയെ തുണച്ചത്. മനോരമയുടെ തുടക്കം നേരെ സൂചിപ്പിച്ച നാടക ട്രൂപ്പിലായിരുന്നു. നാടക ട്രൂപ്പിൽ അവർ പരിചയപ്പെടുന്ന അതിൻ്റെ മാനേജർ ഒരു രാമനാഥനുമായിട്ട് വിവാഹം കഴിഞ്ഞ മനോരമ പിന്നീട് പക്ഷേ ഏറെക്കാലം അവരുടെ ഒരു ജീവിതം, ദാമ്പത്യ ജീവിതം ഏറെക്കാലം ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോയില്ല. പിന്നീട് അവർ വിവാഹമോചിതയായി. വിവാഹമോചിതത്തിന് ശേഷം ചെന്നൈയിൽ അവർ പിന്നെ ഏറെക്കുറെ ഒറ്റപ്പെട്ട് താമസിക്കുകയായിരുന്നു. എങ്കിലും അഭിനയ രംഗത്ത് അവർ വളരെ സജീവമായിരുന്നു. കാരണം തമിഴ് സിനിമയിൽ ഒരു പ്രത്യേകിച്ച് അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ മനോരമ കഴിഞ്ഞ് മറ്റാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിലെ KPSC ലളിതയും കവിയൂർ പൊന്നമ്മയും അതുപോലെ സുകുമാരിയൊക്കെ പോലെ അതിന് സമാനമായ ഒരു വ്യക്തിത്വമായിരുന്നു തമിഴ് സിനിമയിൽ മനോരമ. അതുകൊണ്ട് തന്നെ മനോരമ തമിഴ് സിനിമയിൽ ഒഴിവാക്കാനാവാത്ത ഒരു കഥാപാത്രമാണ്. എം.ജി.ആറിനെ പോലെ, ശിവാജി ഗണേശനെ പോലെയുള്ള ആ ഒരു തലമുറയിൽ നിന്നും ശരത് കുമാർ, പ്രഭു, രജനീകാന്ത്, പിന്നെ വിജയകാന്ത് തുടങ്ങിയ തലമുറയിലൂടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ താരങ്ങളോടൊപ്പം പോലും മനോരമ അഭിനയിച്ചിട്ടുണ്ട്. അവർ നേരെ സൂചിപ്പിച്ച 1958-ലാണ് അവർ അഭിനയ രംഗത്തേക്ക്, സിനിമയുടെ അരങ്ങിലേക്ക് അവർ എത്തുന്നത്. മാലയിട്ട മങ്കൈ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം. കണ്ണദാസനായിരുന്നു കവിയും എഴുത്തുകാരനും ഗാനരചിതാവും ചരിത്ര പ്രവർത്തനവും എന്ന കണ്ണദാസനായിരുന്നു അവരെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. 1963 പുറത്തിറങ്ങിയ കൊഞ്ചും കുമാരി എന്ന ചിത്രമായിരുന്നു നായികയായിട്ട് ഇവർ എത്തുന്ന ചിത്രം. ആദ്യ ചിത്രം മാലയിട്ട മങ്കയും, നായികയായിട്ട് എന്ന ചിത്രം കൊഞ്ചും കുമാരിയും. പിന്നീട് മികച്ച ഗായിക എന്ന നിലയിൽ 300-ലേറെ ഗാനങ്ങൾ ഇവർ പാടിയിട്ടുണ്ട്. 1000-ലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ അഭിനയത്തിന് അംഗീകാരമായി വിവിധ അവാർഡുകളും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിൻ്റെ സംസ്ഥാന അവാർഡ്, അതുപോലെ വിശിഷ്ട പ്രതിഭകൾക്ക് നൽകുന്ന തമിഴ്നാടിൻ്റെ കലൈമാമണി പുരസ്കാരം, ദേശീയ അവാർഡ് തുടങ്ങിയ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി ഇന്ത്യ ഇവരെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. എന്തായാലും വിവിധ തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും വിവിധ മുഖ്യമന്ത്രിമാരോടൊപ്പം ആദ്യകാല അവിടുത്തെ അഭിനയിച്ച പിന്നെ NT രാമറാവും, അണ്ണാദുരയും, ജയലളിതയും അടക്കമുള്ള MGR അടക്കമുള്ള മുൻ മുഖ്യമന്ത്രിമാരോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യവും മനോരമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മനോരമയുടെ ഒരു വിടവാങ്ങൽ തെന്നിന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ്. കാരണം അവർക്ക് ഇപ്പോൾ തമിഴ് സിനിമയിലെങ്കിലും പകരം വെക്കാൻ മറ്റൊരു കലാകാരി അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ വെച്ച് നോക്കുമ്പോൾ മറ്റൊരു അഭിനേത്രി അല്ലെങ്കിൽ മറ്റൊരു കലാകാരി ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ അവരുടെ മരണത്തോടെ ഈ സിനിമയിൽ ഉണ്ടാവുക. ഗിരീഷ്മ, തമിഴ് ചലച്ചിത്ര നടി മനോരമ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. വിവരങ്ങളാണ് അഭിലാഷ് കടയ്ക്കൽ നൽകിയത്.